ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ 25 ഡേയ്സ് കറണ്ട് അഫയർ സീരീസിൽ ഫസ്റ്റ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് വീഡിയോയിൽ കോവിഡായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോവിഡ് കിറ്റുകളും ആശുപത്രികളും കേട്ടോ. കൊറോണ പരിചരണത്തിന് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രി തുറന്നത് എവിടെ? മുംബൈ. കൊറോണ പരിചരണത്തിന് മാത്രമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രിയാണ് മുംബൈയിലുള്ളത്. കോവിഡ് വ്യാപനത്തെ നേരിടുന്നതിന് വേണ്ടി കേരളത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് CFLTC, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ. CFLTC സംസ്ഥാനത്തെ ആദ്യ കോവിഡ് ആശുപത്രി കാസർഗോഡ്. നിർമ്മിച്ചു നൽകിയത് ടാറ്റ ഗ്രൂപ്പാണ്. ഇതേ ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരം, അതിനും ആരാണ് നിർമ്മിക്കുന്നത്? ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്രതിരോധത്തിനായി പ്ലാസ്മ ബാങ്ക് ആരംഭിച്ചത് ന്യൂഡൽഹി. ഇന്ത്യയിലെ രണ്ടാമത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് തമിഴ്നാട്. COVID-19 ചികിത്സയ്ക്കായി കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ്, മലപ്പുറം. ഇന്ത്യയിൽ ആദ്യമായി COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം. COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ച ആദ്യ ഗവൺമെൻറ് ആശുപത്രി കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ലക്നൗ, ഉത്തർപ്രദേശ്. കോവിഡ് പരിശോധന കിറ്റുകളുടെ ഗുണനിലവാരം പരിശോധിച്ച് അംഗീകാരം നൽകാൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ സ്ഥാപനം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം. കോവിഡ് പരിശോധനയ്ക്കായുള്ള ജീൻ ലാമ്പ് ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ച സ്ഥാപനം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. COVID-19 ബാധിതർക്ക് വെന്റിലേറ്ററിന് പകരം ഉപയോഗിക്കുന്നതിനായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, വിപ്രോ 3D എന്നിവ സംയുക്തമായി വികസിപ്പിച്ച എമർജൻസി ബ്രീത്തിങ് അസിസ്റ്റ് സിസ്റ്റം, അതായത് EBAS എമർജൻസി ബ്രീത്തിങ് അസിസ്റ്റ് സിസ്റ്റമാണ് ഏത്? എയർ ബ്രിഡ്ജ്. COVID-19 ബാധിതർക്ക് വെന്റിലേറ്ററിന് പകരം ഉപയോഗിക്കാനുള്ളതാണ് എന്ത്? എയർ ബ്രിഡ്ജ്. കോവിഡ് പരിശോധനയ്ക്കായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച RNA എക്സ്ട്രാക്ഷൻ കിറ്റാണ് അഗപ്പെ ചിത്ര മാഗ്ന. ഞാൻ സ്പെല്ലിംഗ് പറയാം. AGAPPE അഗപ്പെ ചിത്ര, CHITRA, മാഗ്ന MAGNA. HLL ലൈഫ് കെയർ ലിമിറ്റഡ് വികസിപ്പിച്ച COVID-19 റാപ്പിഡ് ആൻറ്റിബോഡി ഡയഗ്നോസ്റ്റിക് കിറ്റാണ് മേക്ക് ഷുവർ. അമ്മ മിനി COVID-19 ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനം. അമ്മ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം എവിടെ ഓർമ്മ വരാം? അവിടെ തന്നെ കേട്ടോ, തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 ജീനോം സീക്വൻസിംഗ് നടത്തിയ സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, പൂനെ. ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പററി COVID-19 കെയർ ഫെസിലിറ്റി നിലവിൽ വന്ന സ്ഥലം സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ രാജ്യത്തിന് സമർപ്പിച്ച COVID-19 ടെസ്റ്റിംഗ് മെഷീൻ കോബാസ് 6800. കോബാസ് കോബാസ് 6800. ഇന്ത്യയിലെ ആദ്യ ഓട്ടോമാറ്റഡ് COVID-19 ടെസ്റ്റിംഗ് മെഷീൻ കോബാസ് 6800. കോബാസ് 6800 നിലവിൽ വന്നത് നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ. ഇന്ത്യയിലെ ആദ്യ ഹോം സ്ക്രീനിംഗ് ടെസ്റ്റ് കിറ്റ് ഫോർ COVID-19 വികസിപ്പിച്ച സ്ഥാപനം ബയോണെ, BIONE. ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 ബാധിതർക്കായി ആരംഭിച്ച വയർലെസ് ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് മോണിറ്ററിംഗ് സിസ്റ്റം കോവിഡ് ബീപ്പ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല. ഹിന്ദി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനമാണെന്ന്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കേട്ടോ, കേരളത്തിലെ കൊല്ലത്താണ്. ഗ്രാമപ്രദേശങ്ങളിൽ COVID-19 പരിശോധന നടത്തുന്നതിനായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബ് iLab. അതാണ് DBTAMTZ മൊബൈൽ ഡയഗ്നോസ്റ്റിക് യൂണിറ്റ്. COVID-19 വേഗത്തിലും വൻതോതിലുമുള്ള പരിശോധന ലഭ്യമാക്കാൻ CSIR-ഉം ടാറ്റയും ചേർന്ന് പുറത്തിറക്കിയ പരിശോധന കിറ്റാണ് ഫെലൂഡ, FELUDA. കൊറോണ വൈറസിനെതിരെ ഹ്യൂമൺ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് വികസിപ്പിക്കാൻ അനുമതി കൊടുത്ത സ്ഥാപനം CSIR. COVID-19 രോഗികൾക്കായി NAL നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ്, ബാംഗ്ലൂരു 36 ദിവസം കൊണ്ട് വികസിപ്പിച്ചെടുത്ത വെന്റിലേറ്ററാണ് ശ്വാസവായു. ശ്വാസകോശത്തിൽ കൂടെ
കുഴൽ കടത്താതെ രോഗിക്ക് മുഖാവരണം വഴി ഓക്സിജൻ ലഭ്യമാക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയ വെന്റിലേറ്ററാണ് ഈ സ്വസ്തുവായു. കൊറോണ വൈറസിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റിബോഡി ഡിറ്റക്ഷൻ കിറ്റാണ് കോവിഡ് കവച് എലിസ. ICMR അംഗീകാരത്തോടെ ഇന്ത്യയുടെ ആദ്യ മൊബൈൽ RT-PCR കോവിഡ് ലാബ് ആരംഭിച്ച സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ COVID-19 പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി 3 ഹൈ ത്രൂപുട്ട് COVID-19 ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് നിലവിൽ വന്ന നഗരങ്ങളാണ് കൊൽക്കത്ത, മുംബൈ, നോയിഡ. COVID-19 വാക്സിൻ വിൽക്കുന്നതിനുമായി US ആസ്ഥാനമായുള്ള കോവാക്സ് COVAXX ആയി ലൈസൻസ് കരാറിൽ ഏർപ്പെട്ട ഇന്ത്യൻ സ്ഥാപനമാണ് അരബിന്ദോ ഫാർമ. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച COVID-19 ടെസ്റ്റ് കിറ്റ് പാത്തോജൻ എന്ന് കേട്ടിട്ടില്ലേ, ആ പാത്തോഡിറ്റക്റ്റ് വികസിപ്പിച്ചത് മൈലാബ് പൂനെ. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി നാസ വികസിപ്പിച്ച ഹൈ പ്രഷർ വെന്റിലേറ്ററാണ് VITAL. ഇനി നമ്മുടെ റെയിൽവേ സർവീസും നമ്മളുടെ കോവിഡായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. കുടിയേറ്റ തൊഴിലാളികളെ സ്വന്തം നാടുകളിൽ എത്തിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനാണ് ശ്രമിക് ട്രെയിൻ. സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി ബാഗേജ് സാനിറ്റേഷൻ ആൻഡ് റാപ്പിംഗ് മെഷീൻ സംവിധാനം ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. COVID-19 പശ്ചാത്തലത്തിൽ ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിനായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ നിർമ്മിച്ച ഉപകരണമാണ് റെയിൽ മിത്ര. COVID-19 പശ്ചാത്തലത്തിൽ കോൺടാക്ട്ലെസ് ടിക്കറ്റ് ചെക്കിൻ നടത്തുന്നതിനായി ചെക്ക്-ഇൻ മാസ്റ്റർ ആപ്പ് ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ്, മുംബൈ. COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി സൗത്ത് സെൻട്രൽ റെയിൽവേ വികസിപ്പിച്ച റോബോട്ടിക് ഡിവൈസാണ് റെയിൽബോട്ട്. സെൻട്രൽ റെയിൽവേ യാത്രക്കാരുടെ കോവിഡ് പരിശോധന വേഗത്തിലും ത്വരിതഗതിയിലുമാക്കാൻ പുറത്തിറക്കിയ റോബോട്ട് ക്യാപ്റ്റൻ അർജുൻ. രോഗിയും ഡോക്ടറുമായുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിനായി മധ്യപ്രദേശ് റെയിൽവേ ആരംഭിച്ച മൊബൈൽ ഡോക്ടർ ബൂത്ത് ചരക്. ഒരു കൂട്ടം യാത്രക്കാരുടെ താപനില പരിശോധന സാധ്യമാക്കുന്ന സെൻട്രൽ റെയിൽവേയുടെ സംവിധാനം ഫെബ്രി ഐ. COVID-19 നേരിടുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി ഹോസ്പിറ്റൽ ഐസൊലേഷൻ കോച്ചിൻ്റെ പ്രോട്ടോടൈപ്പ് തയ്യാറാക്കിയ റെയിൽവേ നോർത്തേൺ റെയിൽവേ. കോവിഡിന് ശേഷം ഇന്ത്യയിൽ സുരക്ഷിതമായ റെയിൽ യാത്ര നടത്തുന്നതിന് ഇന്ത്യൻ റെയിൽവേ വികസിപ്പിക്കുന്ന പുതിയ റെയിൽവേ കോച്ച് പോസ്റ്റ് കോവിഡ് കോച്ചസ്. COVID-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി ഇന്ത്യയിൽ ആദ്യമായി ഓട്ടോമാറ്റഡ് ടിക്കറ്റ് ചെക്കിംഗ് ആൻഡ് മാനേജിംഗ് ആക്സസ് ATMA മെഷീൻ നിലവിൽ വന്ന റെയിൽവേ സ്റ്റേഷൻ നാഗ്പൂർ. കോവിഡ് രോഗികൾക്ക് ഭക്ഷണവും അവശ്യമരുന്നുകളും എത്തിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച ട്രോളി മെഡ്ബോട്ട്. കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിൽ ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച ചിലവ് കുറഞ്ഞ വെന്റിലേറ്റർ ജീവൻ. COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച ഹെൽത്ത് അസിസ്റ്റൻറ്റ് റോബോട്ട് രക്ഷക്. ഇനി കോവിഡും IIT തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ത്യയിൽ ആദ്യമായി COVID-19 വിലയിരുത്താനായി ഓട്ടോമാറ്റിക് ലങ് അൾട്രാസൗണ്ട് ആപ്പ് നിർമ്മിച്ചത് IIT പാലക്കാടാണ്. കേരളത്തിലുള്ള ഒരേ ഒരു IIT പാലക്കാടാണ് ഇന്ത്യയിൽ ആദ്യമായി COVID-19 വിലയിരുത്താനായി ഓട്ടോമാറ്റിക് ലങ് അൾട്രാസൗണ്ട് ആപ്പ് നിർമ്മിച്ചത്. COVID-19 പഠനങ്ങൾക്കായി IITM കേരള വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് വിലോകന VILOKANA. സ്പർശനരഹിത യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി IIT ഗുവാഹത്തി വികസിപ്പിച്ച മൊബൈൽ ആപ്പ് ഫ്ലൈസി FLYZY. COVID-19 വ്യാപനം കുറയ്ക്കുന്നത് ലക്ഷ്യമാക്കി പേഴ്സണൽ ബിലോങ്ങിങ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് IIT റൂർക്കി വികസിപ്പിച്ച ഡിസിൻഫെക്ഷൻ ബോക്സ് യൂണിസേവിയർ UNISAVIOUR. COVID-19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ഫോൺ കൊണ്ട് പൊതുസ്ഥലങ്ങൾ സാനിറ്റൈസ് ചെയ്യാൻ കഴിയുന്ന അൾട്രാവയലറ്റ് സാനിറ്റൈസിംഗ് ഡിവൈസ് ശുദ്ധ് വികസിപ്പിച്ചത് IIT കാൺപൂർ. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി IIT രൂപാർ വികസിപ്പിച്ച റൂം ഡിസിൻഫെക്ഷൻ ഡിവൈസ് UV സേഫ്. പ്ലാസ്മ തെറാപ്പിക്ക് വിധേയരാകുന്ന COVID-19 ബാധിതർക്ക് പ്ലാസ്മ ദാതാക്കളെ കണ്ടെത്തുന്നതിനായി എയിംസ് IIT ഡൽഹിയുമായി ചേർന്ന് ആരംഭിച്ച ആപ്ലിക്കേഷൻ കോപാൽ 19. COVID-19 ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ കണ്ടെത്താൻ IIT ബോംബെ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ക്വാറന്റൈൻ CORONTINE.
ഇന്ത്യയിലെ ആദ്യത്തെ COVID-19 ടെസ്റ്റ് ബസ് ആരംഭിച്ചത് മഹാരാഷ്ട്ര. വികസിപ്പിച്ചത് IIT അലുമിനി കൗൺസിൽ. ജീവൻ ലൈൻ എന്ന പേരിൽ ചെലവ് കുറഞ്ഞ പോർട്ടബിൾ വെന്റിലേറ്റർ വികസിപ്പിച്ചത് IIT ഹൈദരാബാദ്. IIT ഡൽഹിയുടെ സ്റ്റാർട്ടപ്പായ നാനോ സേഫ് സൊല്യൂഷൻസ് വികസിപ്പിച്ച ആൻറ്റി മൈക്രോബിയൽ ആൻഡ് വാഷബിൾ ഫേസ് മാസ്ക് N-Safe, ക്യാപിറ്റൽ ലെറ്റർ N സേഫ്. COVID-19 TVS ഗ്രൂപ്പ്, IIT മദ്രാസ്, സുന്ദരം മെഡിക്കൽ ഫൗണ്ടേഷൻ എന്നിവർ വികസിപ്പിച്ച ചെലവ് കുറഞ്ഞ വെന്റിലേറ്റർ സുന്ദരം വെൻറ്റഗോ, VENTAGO, വെൻറ്റഗോ. എയിംസ് ഋഷികേശുമായി സഹകരിച്ച് പ്രാണവായു എന്ന പേരിൽ ചെലവ് കുറഞ്ഞ പോർട്ടബിൾ വെന്റിലേറ്റർ തയ്യാറാക്കിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് IIT റൂർക്കി. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി വാർഡ് ബോട്ട് WARD ബോട്ട് BOT സംവിധാനം വികസിപ്പിച്ചത് IIT റോപ്പാർ ROPAR പഞ്ചാബിലെ IIT റോപ്പാർ. N95 മാസ്കുകളെ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നതിനായി ഡൽഹി IIT വികസിപ്പിച്ച സംവിധാനം ചക്കർ ഡീകോ CHAKR ചക്കർ DECOV ഡീകോ. IIT ഡൽഹി വികസിപ്പിച്ച ലോകത്തിൽ ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാകുന്ന COVID-19 RT-PCR ബേസ്ഡ് ഡയഗ്നോസ്റ്റിക് കിറ്റ് കോറോഷർ COROSURE കോറോഷർ 399 രൂപയാണ്. IIT മദ്രാസിൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ മൊഡ്യൂൾസ് ഹൗസിംഗ് കോവിഡ് രോഗികളെ പരിചരിക്കുന്നതിനായി ആരംഭിച്ച പോർട്ടബിൾ ഹോസ്പിറ്റൽ യൂണിറ്റ് മെഡിക്യാബ്. ഇനി കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ നോക്കാം. കൊറോണ കവിതകൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ള. ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ ആദിവാസി ഊരുകളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് മൊബൈൽ ലൈബ്രറി ആരംഭിച്ചത് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ. കൊറോണ സ്റ്റഡീസ് സീരീസ് ബുക്സ് ആരംഭിച്ചത് NBT നാഷണൽ ബുക്ക് ട്രസ്റ്റ്. COVID-19 പ്രതിസന്ധിയും നാഗരികതയുടെ പരിഹാരവും എന്ന പുസ്തകം രചിച്ചത് കൈലാഷ് സത്യാർത്ഥി. സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആരംഭിച്ച സംരംഭം ഏത്? സ്റ്റേ ഹോം ഇന്ത്യ വിത്ത് ബുക്സ്. 1918 സ്പാനിഷ് ഫ്ലൂ മുതൽ 2019 കൊറോണ വരെ ഏകദേശം 10ഓളം മഹാവ്യാധികളെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകമാണ് ദ പാൻഡമിക് സെഞ്ച്വറി. ഇത് എഴുതിയത് മാർക്ക് ഹോണിങ്ബോം MARK HONIGSBOUM HONIGSBAUM വുഹാൻ ഡയറി ഡിസ്പാച്ചസ് ഫ്രം എ ക്വാറന്റൈൻഡ് സിറ്റി എന്ന പുസ്തകം രചിച്ചത് ഫാങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊറോണയെക്കുറിച്ച് ഇന്നത്തെ ദിവസം 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളത് തുടരെ വരും. 25 ദിവസം കൊണ്ട് നമ്മൾക്ക് 2019 മുതൽ 2021 വരെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സും തീർക്കാം. നിങ്ങൾ കൂടെ തന്നെ പോരുക. കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ കൂടെ പോരുക. എല്ലാ ദിവസവും നിങ്ങൾ ഇത് കേൾക്കുക, പറ്റാവുന്ന പോലത്തെ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കേട്ട് പഠിക്കുക. റിവിഷൻ എന്നതിൽ പരം മറ്റൊന്നുമില്ല നമ്മുടെ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സപ്പോസ് ഇതിലൊരു പോയിന്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ കേട്ട് നോക്കുന്നുണ്ട് ഒരു നഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി കേട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരേക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് like, share and subscribe.